ഇതുവരെ ജസ്ന സലീം തട്ടമിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത്. അത് ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഞാനിവിടെ ഇങ്ങനെ അന്തസ്സായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ്. എൻ്റെ ഫോട്ടോ ഫ്രെയിം ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ വീഡിയോസ് നോക്കി പോയ സമയത്താണ് ഈ ഒരു സാധനമല്ല നമ്മളുടെ ജസ്ന സലീം വിവാദ നായികയുടെ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മാറ്റാൻ വയ്യ, ഇതേ ഡ്രസ്സ് തന്നെ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ട് പോകാമെന്ന്. സോറി ഗായ്സ്, നിങ്ങൾ അഡ്ജസ്റ്റ് പണ്ണു. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൂ ഈസ് ജസ്ന സലീം. ജസ്ന സലീം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഒരു വിവാദ നായികയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള യൂട്യൂബ് കുടുംബശ്രീകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ജസ്ന സലീം ഒരു മുസ്ലിം ലേഡിയാണ്. കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചുകൊണ്ടാണ് ആൾ ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ വന്നത്. കൃഷ്ണൻ തന്നെയാണ് ആളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. റോഡ് സൈഡിൽ കണി വെക്കുക, ശ്രീകൃഷ്ണൻ്റെ നടയിൽ പോയിട്ട് റീലെടുക്കുക, പിന്നെ കൃഷ്ണ ഭക്തയായി കൃഷ്ണേൻ്റെ ഓവർ ഭക്തിയായി കാണിക്കുക, അത് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം, കൃഷ്ണ എൻ്റെ കണ്ണ നീ എൻ കണ്ണ എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു, ചീത്തവിളി കേൾക്കുന്നു. പിന്നെ ജസ്നേൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യാത്ത അല്ലെ ജസ്നെ പറയുന്ന ആശയത്തിനോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ ആളുണ്ട്. അങ്ങനെ യൂട്യൂബിൽ തന്നെ വലിയ വലിയ വിപ്ലവങ്ങൾ ഡെയിലി സൃഷ്ടിക്കുന്ന ഒരാളാണ് ജസ്ന സലീം. അപ്പോൾ റീസെൻ്റ്ലി ജസ്ന സലീം പുതിയൊരു വീടുണ്ടാക്കി. നല്ല കാര്യമാണ്, ഒരു ലേഡി അധ്വാനിച്ച് ഒരു വലിയ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. ഐ റെസ്പെക്ട്. അപ്പോൾ ആ വീടിൻ്റെ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പോയി. അപ്പോൾ അതിൽ ആളുടെ വീട് കാണിക്കുന്നുണ്ട്, ആളുടെ പാസ്റ്റൊക്കെ പറയുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ വളരെ വെള്ളമൊക്കെ വീണ വീട്ടിലാണ് നിന്നത്, അതിൽ നിന്ന് മാറി എനിക്ക് ഇത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ കാര്യം എന്നൊക്കെ പറയുന്ന കുറേ ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കണ്ടു. പക്ഷെ അതിൽ എന്നെ ഞെട്ടിപ്പിച്ച ഒരു പ്രസ്താവനയാണ് ജസ്ന സലീം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി മുസ്ലിം അല്ല. അതിന് പ്രത്യേകിച്ച് എനിക്കൊരു നെഗറ്റീവും പറയാനില്ല. കാരണം ഇന്ത്യ ഇസ് എ സെക്യുലർ സ്റ്റേറ്റ്. അവിടെ ഏത് ജാതി ഏത് മതം ചൂസ് ചെയ്യണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുസ്ലിം ആവാൻ താല്പര്യമല്ല, ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ ഹിന്ദുവിന് മുസ്ലിം ആവണമെങ്കിൽ മുസ്ലിം. ഇനി ഒരു ജാതിയും ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ ഫൈൻ, ദൈവത്തിൽ വിശ്വാസമല്ലേ ഓക്കെ ഫൈൻ. അതിനൊക്കെ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ് ഞാൻ, അതും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് മുസ്ലിം ആയിരുന്ന ഒരാൾ നാളെ വന്ന് ഞാൻ ഹിന്ദു ആണെന്ന് പറയുകയാണെങ്കിൽ നീ എങ്ങനെ ഹിന്ദു ആവും, നീ ഹിന്ദുത്വത്തിലാണോ ജനിച്ച, ഇതൊന്നും എൻ്റെ ചോദ്യത്തിൽ വരുന്ന അല്ലാത്തതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് അബൌട്ട് ദിസ്. പക്ഷേ ഇതിന് നല്ല രീതിയിലുള്ള പൊങ്കാലകൾ പല വഴികളിൽ നിന്ന് ജസ്ന സലീമിന് കിട്ടുന്നുണ്ട്. ഇന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ജസ്ന സലീമിന് മതമില്ല. ഇനി ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ, നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. ആ ഒരു ആശയത്തിനോടാണ് എനിക്കൊരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. ഇത് വരരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം എന്തൊക്കെ പറയണം എന്നുള്ളത് ഈ പറയുന്നവരുടെ മാത്രം ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോന് ഇങ്ങനെയൊക്കെ രീതിയിലുള്ള കമൻറ്റ് നിങ്ങൾ ഇനി ഇടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ഇടില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് നടക്കുന്നൊരു കാര്യമല്ല. നിങ്ങളൊക്കെ ഫൈൻ, നിങ്ങൾക്കിപ്പോൾ മുസ്ലിമിൽ നിന്ന് മതമില്ല വ്യക്തിയിലോട്ട് മാറണമെങ്കിൽ മാറാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ഇത്രമാത്രം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിം ലേഡിയായിട്ട് കൃഷ്ണൻ്റെ പടം വരച്ചത് കൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ഈ ഹെയ്റ്റ്. അത് നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയാണ്. കാരണം കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത് ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, എത്രയോ ആൾക്കാർ പല മതത്തിലും പല ജാതിയിലുള്ള ആൾക്കാർ പടം വരയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്ന പരിപാടി കുറച്ച് ഓവറാവുമ്പോഴാണ് ഈ കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള വീഡിയോസും നീ എൻ കണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സാധനവും റോട്ടിൽ വെച്ചിട്ടുള്ള കണിപ്പരിപാടിയും ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ചൊറിഞ്ഞു കയറുക. അല്ലാണ്ട് നിങ്ങൾ ഈ തട്ടിടാത്തതോ ഷാളിടാത്തതോ അല്ലെങ്കിൽ മുസ്ലിമായ നീതിന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇത് എനിക്ക് പേഴ്സണലി ജസ്ന സലീമിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ ബേസിസിൽ എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും മുസ്ലിം പെണ്ണ് കൃഷ്ണനെ വരച്ചത് കൊണ്ട് വന്നൊരു ഹെയ്റ്റ് അല്ല ജസ്ന സലീമിനുള്ളത്.
ാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരൂല. ഇനി പറയട്ടെ, ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം സ്കൂളിലാണ്, വയനാട് മുസ്ലിം ഓർഫനേജ് WMO എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്കുള്ളതിൽ കൂടുതലും മുസ്ലിം ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ തട്ടിടുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിനോട് എനിക്കൊരു 100% വിശ്വാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എത്രയോ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോ കോൾഡ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ നിങ്ങൾ നോക്കിയോ, എത്ര പേര് തട്ടിടാത്തവരുണ്ട്, എത്ര പേര് ഷാളിടാണ്ട് നടക്കുന്നുണ്ട്, എത്ര പേര് ഇപ്പം പണ്ടത്തെ പോലെ ഇങ്ങനെ ചുറ്റിക്കെട്ടി നടക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാവരും അങ്ങനെയാണോ? ഷാള് വെറുതെ കഴുത്തിലൂടെ വരഞ്ഞിട്ട് പോകുന്ന ആൾക്കാരില്ലേ? ഷാൾ ഇടാണ്ട് പോകുന്ന ആൾക്കാരില്ലേ? അല്ലെ മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ ത്രെഡ് ചെയ്യരുത് എന്ന് പറയും, നെയിൽ പോളിഷ് ഇടരുത് എന്ന് പറയും, ഇങ്ങനെ പലതും പറയും. എന്താ സ്പ്രേ അടിക്കരുത്, ജാസ്മിൻ ജാഫർ പറഞ്ഞ പോലെ സ്പ്രേ അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മാറി, ഇതൊന്നും ഇന്നത്തെ ഒരു കാലേ അല്ല. നിങ്ങളുടെ ഈ കണ്ടന്റ് ഇടുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് വരുന്ന ഒരു ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ട് അവർ മനഃപൂർവ്വം നിങ്ങളെ കിടന്ന് ചൊറിയുന്നതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളോടും ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വെറുപ്പ്, ആ വെറുപ്പ് അവർ എക്സ്പ്രസ് ചെയ്യുക ഇങ്ങനത്തെ പല ചോദ്യങ്ങളിൽ കൂടിയാണ്. നീ ഒരു മുസ്ലിം അല്ലേ, നിനക്ക് അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, നീ എന്തിനാ വരച്ചേ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അത് എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി തോന്നില്ല. ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് മുസ്ലിം ഫ്രണ്ട്സ്. അതിൽ തട്ടിടാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, തട്ടിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, വെറുതെ ഷാള് ചുറ്റി നടക്കുന്ന ആൾക്കാരുമുണ്ട്. ഇനി അങ്ങോട്ട് എത്ര പേര് തട്ടെടുക്കുന്നില്ല കണ്ടു അറിയാം. എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. വലിയ വലിയ മനുഷ്യനെ ഞെട്ടിക്കുന്ന, മനുഷ്യനെ എന്താണ് വാട്ട് ഇസ് ദാറ്റ്, എന്താ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന കുറേ പ്രസ്താവനകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിനുള്ള ഒരു ഒരുക്കമാണെന്ന് എനിക്ക് ബേസിക്കലി അറിയില്ല. കാരണം ജസ്ന സലീം എന്ത് പറയുകയാണെങ്കിലും അടുത്ത പോയിന്റ് ഓഫ് സെക്കൻഡ് അത് ഗോയിങ് ടു ബി വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വിവാദം. എന്തായാലും ഇത്രയും കാലം മുസ്ലിം ലേഡി കൃഷ്ണനെ വരച്ചു എന്ന് പറഞ്ഞിട്ടാണ് വൈറലായതും കുറേ ആൾക്കാർ വീഡിയോസ് വാങ്ങിയതും പെയിൻറ്റിങ്സ് വാങ്ങിയതൊക്കെ. പക്ഷേ ഇനി അത് വേണ്ട, ഇനി ഞാനൊരു മനുഷ്യനായി. കാരണം വീടൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം ഫേബിലൊക്കെ ആയതുകൊണ്ട് അറിയില്ല. ഒരു മതത്തിന്റെ പേരിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി. ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു. ഓരോ വ്യക്തികൾ ഓരോ ദിവസം ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം എൻ്റെ എളുപ്പമല്ലേ നമ്മളുടെ മാറ്റം കൊണ്ടുവരാൻ. അപ്പോൾ ഈ മതമില്ല എന്ന് പറയുന്നത് വലിയൊരു തീരുമാനമാണ് അല്ലേ? അപ്പോൾ നാളെ ഇനിയിപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണ്, എല്ലാവരും മരിക്കും, മരണം എല്ലാവർക്കും ഉണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ജസ്നേനെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം, അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇവിടെ ഖബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രവര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട്, ജെസ്സിയെ, എന്നെ അവർ ജെസ്സിയെ നട്ടോ വിളിക്കുക, ജെസ്സിയെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് രണ്ടാൾക്കുള്ള ഒരു കുറച്ച് സ്ഥലം മാറ്റി വെച്ചോ, നമ്മളിവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാന്ന് പറഞ്ഞിട്ട്. പള്ളിക്കാട്ടിലാണെങ്കിലും വീടിൻ്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ, പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിൻ്റെ ബാക്കിൽ, അത്രയേ ഉള്ളൂ. ഞാൻ പൊട്ട് തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, നീ പൊട്ട് കുത്തല്ലേ വാപ്പാനെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ പുറത്താക്കണേ, വീടിൻ്റെ ബാക്കി സ്ഥലം ഉണ്ടല്ലോ, എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാണ് കിടക്കുന്നത്. അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ. അപ്പം നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ, മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല. വലിയ വലിയ പ്രസ്താവനകളും വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ എന്താ പറയുക നന്മ ടാഗ് ലൈനിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ളത്. ഇത്രയൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇത്രയൊക്കെ ചേഞ്ചസുകൾ ആൾ കാണിച്ചെങ്കിലും ഇപ്പോഴും ആൾക്ക് സ്ഥിരം രീതിയിലുള്ള കളിയാക്കലും പരിഹാസവും പുച്ഛമൊക്കെയാണ് വരുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പബ്ലിക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കാൻ ഭയങ്കര പാടാണ്. നല്ലത് നാലാളെ കൊണ്ട് പറയിപ്പിക്കൽ ഭയങ്കര പാടാണ്. പക്ഷെ മോശം പറഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മോശമായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുക, തല്ലുകൂടുക, തെറി വിളിക്കുക, പാസ്റ്റ് വിളിച്ച് പറയുക, പ്രസൻറ്റ് പറയുക. എന്താ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു കുടുംബശ്രീ വഴക്ക് പോലെ, കുടുംബശ്രീ അല്ല, കുടുംബ വഴക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നാലും ഈ ചളിയൊന്നും ആരും മറക്കൂല. പിന്നെ നിങ്ങൾ എത്രയൊക്കെ മാറി, ഞാൻ ഇത്രയൊക്കെ പോസിറ്റീവായി, എന്നിൽ ഇത്രയൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും
പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. സോ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിയും കണ്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ പറയാനുള്ളൂ. സോ എല്ലാവരോടും പറയുന്നത് പോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.